രാഷ്ട്ര സേവനത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് കൊല്ലം കോർപ്പറേഷനിൽ ബിജെപി ഇക്കുറി മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യമായ കേഡൽ എസ് ഡിന്നിയിലൂടെ കോർപ്പറേഷൻ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് NDA. വലുതായി രാഷ്ട്രീയം പറയാതെ വോട്ട് തേടുന്ന ഒരു സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ രാജ്യത്തിന്റെ കാവലാളായിരുന്ന രാജ്യത്തിന്റെ സൈനികനായി ഉന്നത ജോലി ഇരുന്ന ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് കേരള സ്റ്റിന്നി. ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ആർമിയിലായപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ലെവലിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാനൊരു ഇൻഫൻട്രി ഓഫീസർ ആയതുകൊണ്ട്, ഇൻഫൻട്രി ആണ് കാലാൽപ്പട എന്ന് പറയുന്നത്, നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്ത ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും പല മലകളും പല മരുഭൂമിയും പല കാടുകളും ഒക്കെ നമ്മൾ ഗ്രൗണ്ടിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു പ്രവർത്തനമാണ്. ഏറ്റവും അടുത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ എനിക്കൊന്നും ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം വലിയൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, വലിയൊരു പാഠമായിരുന്നു. അതുപോലെ തന്നെ വലിയൊരു ഒരു സർപ്രൈസ് എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ദയനീയ അവസ്ഥ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. നമ്മളൊക്കെ പറയും വികസനം വന്നു, കേരളത്തിൽ വികസനം വന്നു എല്ലാം വന്ന് പറയുമ്പോഴും പല വീടുകളിലും ചെല്ലുമ്പോൾ, പല റോഡുകളിൽ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ തന്നെ അറിയാം നമ്മൾ ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന്. ഇപ്പോഴും ഇതുപോലൊരു റോഡുകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴും ഇതുപോലത്തെ തെരുവ് ലൈറ്റൊന്നും ഇല്ലാതെ മാലിന്യമൊക്കെ കൂട്ടിക്കിടക്കുന്ന ബേസിക്കാണ്. ഇതൊന്നും വികസനമല്ല, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നീഡ്സാണ്, ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്. അതുപോലും ഇല്ലാത്ത പ്രദേശമുണ്ട് എന്ന് വളരെ ദുഃഖത്തോടാണെങ്കിൽ തന്നെ എനിക്കൊരു അറിവ്. സ്ഥാനാർത്ഥി മാത്രമല്ല, ഒരു മേയർ കാൻഡിഡേറ്റ് കൂടിയാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ തീരുമാനത്തിൽ വരും. പക്ഷേ ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ചോളം ഇപ്പം ഞാൻ നോക്കുന്നത് ഈ വടക്കേവിള ഡിവിഷനിലെ ഒരു ഇഷ്യൂസിനെ കുറിച്ചുള്ള വളരെ നമ്മൾ അടുത്തറിഞ്ഞ ഒരു രീതിയിലാണ്. തീർച്ചയായിട്ടും കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചോളം ഇതേ അവസ്ഥ തന്നെയാണ് പല സ്ഥലത്തും. നമുക്കറിയാം കൊല്ലം കോർപ്പറേഷനിൽ നേരത്തെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വന്ന കേണൽ രാജേന്ദ്ര ബാബു പറഞ്ഞ പോലെ പല കോർപ്പറേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ കൊല്ലത്താണ് കിടക്കുന്നത്. കാരണം മാലിന്യത്തിൻ്റെ ആയാലും ശരി, തെരുവ് നായയുടെ ശല്യങ്ങളായാലും ശരി, ഇവിടെ ഒരു ABC സെൻറ്ററോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കൊല്ലം ഡെഫിനറ്റ്ലി ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ടുള്ള ഒന്നും നടന്ന സംഭവമല്ല, കാലാകാലങ്ങളിൽ നമ്മൾ കണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ വലിയൊരു മാറ്റം അനിവാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമാത്രം ആളുകൾ, അതായത് ഇൻഫൻട്രിയിലായിരുന്നു ആ സമയത്ത് തന്നെ കമാൻഡോ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഇവിടെ അങ്ങനെയുള്ള ഓപ്പറേഷനൊക്കെ ഉണ്ടോ? സൈലന്റ് ഓപ്പറേഷൻ തന്നെയാണ് അപ്പോഴും നടത്തിയിരുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു സൈലന്റ് ഓപ്പറേഷൻ, ഞങ്ങൾ സൈലന്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വലിയ ഷോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ആളുകളെ നേരിട്ട് കാണുക, നേരിട്ട് സംസാരിക്കുക. രാഷ്ട്രീയത്തിലൊക്കെ എനിക്ക് ഈ ഒരു കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ചില, അതായത് നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലുള്ള മാത്രമേ ഉള്ളൂ ചില വിയോജിപ്പുകളുള്ള, അതായത് നമ്മൾ അത് ചെയ്യരുതെന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ സൈലന്റ് ഓപ്പറേഷൻ, നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് നേരിട്ട് ചെന്ന് കാണുക. ഒന്നല്ല, പല പ്രാവശ്യം പോയിട്ടുണ്ട്, 2-3 തവണ പോയി ആളുകളുമായിട്ട് ഇരുന്ന് സമയമെടുത്ത് സംസാരിച്ച് തന്നെയാണ് പോയത്. അപ്പോൾ അതൊരു ഓപ്പറേഷൻ തന്നെയാണ് വേണമെങ്കിൽ പറയാം. എല്ലാവിധ ആശംസകളും. ഈ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്കെത്താൻ. എല്ലാവിധ ആശംസകളും. അപ്പം തന്നെ ഇവിടെ LDF സ്ഥാനാർത്ഥിയുണ്ട്, UDF സ്ഥാനാർത്ഥിയുണ്ട്. UDF സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, അതുപോലെ തന്നെ ബൈജു എസ് പടത്താനം LDF സ്ഥാനാർത്ഥി. മൂന്നുപേരും വലിയ രീതിയിലുള്ള മത്സരമാണ്. ത്രികോണ മത്സരത്തിലേക്ക് ഈ പട്ടത്താനം ഡിവിഷൻ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.